Hello, good afternoon. Good afternoon, sir. Are you ready? Yes, sir. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ലോജിക്കൽ റീസണിങ്ങിൻ്റെ പാർട്ട്, അതിൽ ഇന്ത്യൻ ലോജിക്കൽ പാർട്ട് 3 ആണ്. ലോജിക്കൽ റീസണിങ്, അതിൽ ഇന്ത്യൻ ലോജിക് പാർട്ട് 3. നമ്മൾ ഏകദേശം 1.5 മാസം മുൻപാണ് ഇതിൻ്റെ 2ാം പാർട്ട് ചർച്ച ചെയ്തത്. അതിൻ്റെ ഉടനെ നമ്മൾ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഓരോരോ തിരക്കുകൾ കാരണത്താൽ നമ്മൾ ഒരുപാട് നീണ്ടു. ഏതായാലും നമുക്ക് ആ ഭാഗങ്ങളൊന്ന് പെട്ടെന്ന് നോക്കി നെക്സ്റ്റ് എടുക്കേണ്ട ഭാഗത്തേക്ക് പോകാം. ഓക്കെ, മുൻപൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ സജീവമായിട്ട് ആൻസറുകളൊക്കെ പറയണം. അറിയാത്തതാണെങ്കിലും ഗസ് ചെയ്ത് ആൻസർ പറയാം. നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് നിങ്ങളുടെ പ്രസൻസ് നല്ലപോലെ മനസ്സിലാക്കി തരണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോജിക്കൽ റീസണിങ്ങിന്റെ അതിൽ ഇന്ത്യൻ ലോജിക്കൽ പാർട്ട് 3 ആണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ ഈ ഏരിയയിൽ വന്ന സിലബസ് നമ്മൾ നോക്കിയിരുന്നു. പ്രമാണാസ് ആണ്, 6 പ്രമാണാസ്. അതുപോലെ അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ ശേഷം നമ്മൾ സ്ട്രക്ചർ ആൻഡ് കൈൻഡ് ഓഫ് അനുമാന. സിലബസിലുള്ളതിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് വ്യാപ്തി, അതുപോലെ ഹേത്വാഭാസ. ഈ 2 ഏരിയയാണ് നമുക്ക് ബാക്കിയുള്ളത്. കഴിഞ്ഞ 2 നോട്ട്സൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, എക്സാം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ചില ആളുകൾക്ക് ഒരു ചെറിയൊരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും എക്സാം നീളുന്നതിനനുസരിച്ച് നമുക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും എന്നാണ് നമ്മൾ ശരിക്കും ട്രൈ ചെയ്യുന്നവർക്ക് ഓരോ ദിവസം നീട്ടുന്നതിനനുസരിച്ച് അത്ര പഠിക്കാൻ കഴിയുമല്ലോ എന്നുള്ള സമാധാനത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അതുകൊണ്ട് എക്സാം നീട്ടുന്നത് നമുക്കൊരു നഷ്ടമായി ആരും കരുതരുത് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മുൻപ് ചർച്ച ചെയ്തതിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കിയിട്ട് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. 1.5 മാസമായല്ലോ നമ്മൾ എടുത്തിട്ട്. അപ്പോൾ ഒരു കണക്ഷൻ വിട്ടിട്ടുണ്ടാകാം. അപ്പോൾ കണക്ഷൻ ഒന്നുകൂടെ കൊണ്ടുവരാൻ ഒക്കെ നമുക്ക് സഹായകമാകാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിങ്ങനെ ചോദ്യം ചോദിച്ചൊരു 1 വേ ക്ലാസ് ആയിട്ട് പോകരുത്. ഒരു റേഡിയോ പോലെ ഒരിക്കലും പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. എല്ലാവരും ആൻസർ പറയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വൈശേഷിക ഫിലോസഫി അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ 6 ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയ ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ലാത്ത ബാക്കി എല്ലാ ക്വസ്റ്റ്യനും 2019-ലും 20-ലും 18-ലും ഒക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യൻ അടക്കം എല്ലാ ക്വസ്റ്റ്യൻസും ഓൾഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യു ക്യാൻ ആൻസർ നൗ. പ്രത്യക്ഷയും അനുമാനമല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആൻസർ ചാറ്റ് ബോക്സിലും വന്നിട്ടുണ്ട്. ഓക്കെ, പ്രത്യക്ഷ ആൻഡ് അനുമാന. വൈശേഷിക അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രത്യക്ഷയും അനുമാനയുമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, അനുമാനയെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വിഭാഗം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ആരായിരുന്നു? ഓക്കെ, വെരി ഗുഡ്.
ഓപ്ഷൻ സി. ചാർവാക. കറക്റ്റ്. എല്ലാവരും സി ആണ് ആൻസർ പറഞ്ഞത്. ചാർവാകയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവര് പ്രത്യക്ഷം മാത്രമാണ് അവര് അംഗീകരിക്കുന്നത്. അപ്പോൾ അനുമാനയെ പോലും അംഗീകരിക്കാത്ത വിഭാഗമാണ് ചാർവാക. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ബുദ്ധിസം അക്സെപ്റ്റ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? താഴെ പറയുന്നതിൽ ഒന്ന് മാത്രമാണ് ബുദ്ധിസം അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ഏത് പ്രമാണയാണ്? ഓക്കെ, വെരി ഗുഡ്. പ്രത്യക്ഷ. വെരി ഗുഡ്. ബുദ്ധിസം ആകെ 2 പ്രമാണങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഒന്ന് പ്രത്യക്ഷ, മറ്റൊന്ന് അനുമാനം. കറക്റ്റ്. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു ഏരിയയാണ് ഓർത്തഡോക്സ്, ഹെറ്ററഡോക്സ്. അതിൽ ഓർത്തഡോക്സിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. You can answer now. സി എന്ന് ഓപ്ഷൻ പറയുന്നു. ഓക്കെ, ഓപ്ഷൻ സി. ബുദ്ധിസം അതുപോലെ ചാർവാക ഇത് രണ്ടും ഓർത്തഡോക്സിൽ പെട്ടതല്ല. ബാക്കിയുള്ളതൊക്കെ ഓർത്തഡോക്സിൽ പെട്ടതാണ്. ഓർത്തഡോക്സും ഹെറ്ററഡോക്സും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഓക്കെ, ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ വേദങ്ങളെയൊക്കെ അംഗീകരിക്കുന്നവരും മറ്റത് ഹെറ്ററഡോക്സ് വേദങ്ങൾ അംഗീകരിക്കാത്തവരുമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് വാലിഡിറ്റി ഓഫ് പ്രമാണാസ്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു. ചാർവാക അംഗീകരിക്കുന്നത് പെർസെപ്ഷൻ മാത്രമാണ്. പിന്നെ ജൈനിസം അവർ 3 എണ്ണമുണ്ട്. പെർസെപ്ഷനും ഇൻഫറൻസും വെർബൽ ടെസ്റ്റിമണി, അങ്ങനെ ഓരോന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, അതും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആവശ്യം വരും എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കുറച്ച് മുൻപ് ക്ലാസ് എടുത്തതാണല്ലോ, അപ്പൊ അതും കൂടെ ആവശ്യം വരുന്നത് കൊണ്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. വ്യാപ്തി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ടൈം കഴിഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് അനുമാനയിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ ഇന്നത്തെ ഭാഗത്തേക്ക് കിടക്കാം. ദ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് സില്ലോജിസം ഇൻ ന്യായ ഫിലോസഫി. യു ക്യാൻ ആൻസർ നൗ. ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്, 2020 വന്ന ക്വസ്റ്റ്യൻ ആണ്. ആദ്യം പ്രതിജ്ഞയല്ലേ, പിന്നെ പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ബനയ, പിന്നെ നിഗ്മന. ഓക്കെ, ഓപ്ഷൻ ഏതായിരിക്കും? ബി വരുന്നത് ബി. ബി. സി ബി ആയിരിക്കും. സി. ഓക്കെ, ഒന്ന് നോക്കാം നമുക്ക്. ആദ്യം പ്രതിജ്ഞയാണ്, പിന്നെ ഹേതു, ഉദാഹരണ, അതിനുശേഷം ഉപനയ, പിന്നെ നിഗമന, പിന്നെ ഒന്നാമത്തെ നിഗമനം. ഇത് ഈ ഓർഡറും പഠിച്ചു വെക്കണം. പിന്നെ കഴിഞ്ഞ തൊട്ട മുൻപത്തെ എക്സാമിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വന്ന ഏരിയയാണ് ഈ ഒരു ഏരിയ. ഇതിൽ ഓർഡർ 2-3 എണ്ണം ഓർഡർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ പിന്നെ നമ്മളെ ന്യായ ഫിലോസഫിയിൽ 4ാമത്തെ മെമ്പർ ഏതാണ്, അല്ലെങ്കിൽ 2ാമത്തത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നല്ലപോലെ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം. നമ്മൾ ഓർഡർ ഒന്നുകൂടി കാണിക്കുകയാണ്. പ്രതിജ്ഞയാണ് ആദ്യം, ഹേതുവാണ് 2ാമത്തത്, പിന്നെ ഉദാഹരണ, ഉപനയ, നിഗമന. ഓക്കെ, ഇതിന്റെ ഇംഗ്ലീഷ് പേരും പഠിച്ചു വെക്കണേ. കാരണം ചിലപ്പോൾ ഇംഗ്ലീഷാണ് ചോദിക്കുന്നത്, ചിലപ്പോ അതിന്റെ സംസ്കൃത പേര് തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ചില പിന്നെ ഉപനയ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്ത്, അങ്ങനെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അനുമാനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഒരുപാട് ക്വസ്റ്റ്യൻ വന്നൊരു ഏരിയയാണ്. 3 ടേംസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് ഇൻഫറൻസ്. ഈ ഇൻഫറൻസിൽ 3 ടേംസ് നമ്മൾ നിർബന്ധമായി പഠിക്കേണ്ടതുണ്ട്. സാധ്യ മേജർ ടേമിനാണ് സാധ്യ എന്ന് പറയുക. ഹേതു എന്ന് പറഞ്ഞ മിഡിൽ ടേം,
പക്ഷ, മൈനർ ടേം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. തൊട്ടമ്പത്തെ എക്സാം ക്വസ്റ്റ്യൻസ് നോക്കിയവർക്ക് മനസ്സിലാകും. മൈനർ ടേം എന്നാൽ ഇന്ത്യൻ ഫിലോസഫിയിൽ എന്ത് പറയും എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷ എന്നാണ് മൈനർ ടേമിന് പറയാം. സാധ്യ എന്ന് പറഞ്ഞാല് മേജർ ടേം, ഹേതു മിഡിൽ ടേം. ഓക്കെ, ഈ ഒരു കളറും കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. സാധ്യ മേജർ ടേമിന് റെഡ് ആണ് കൊടുത്തത്. അതുപോലെ 3 കളറും ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. ദിസ് ദ ഹിൽ ഈസ് സ്മോക്കി. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് സെന്റൻസ് വാട്ട് ഹാസ് ഫയർ ഹാസ് സ്മോക്ക്. ഇവിടെ സ്മോക്കി, സ്മോക്ക്, ഇത് നമ്മളെ ഉദാഹരണത്തിൽ ഏതിലാണ് പെടുക? മിഡിൽ ടേം. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ എന്ത് പറയും? ഹേതു. ഹേതു എന്ന് പറയും. ദ ഹിൽ ഈസ് ഫയറി. അതിൽ ഹിൽ എന്നുള്ളത് ഏതാണ്? മൈനർ ടേം ആണോ മേജർ ടേം ആണോ? മൈനർ ടേം. ഹില്ല് മൈനർ ടേം ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ എന്ത് പറയും? ഫയറി എന്നുള്ളത് മേജർ ടേം ആണ്. ഇന്ത്യൻ ഫിലോസഫിയിൽ എന്ത് പറയും? സാധ്യ. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അത് നിർബന്ധമായി നോക്കണം. ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്ന് നമ്മൾ വേൾഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാകും. ചില ക്വസ്റ്റ്യനിലൊക്കെ ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്ന് മാത്രം 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതായി കാണുന്നുണ്ട്. 2 ക്വസ്റ്റ്യനും 3 ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സില്ലോജിസത്തിന്റെ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യൻ ഫിലോസഫി. പക്ഷെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് വരുന്നത് കാണുന്നുണ്ട്. ആ എക്സാമ്പിൾ ഒന്ന് സ്ലൈഡ് കൂടെ കാണിക്കോ? ദ ഹിൽ ഈസ് സ്മോക്കി എന്നുള്ള സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കോ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് പ്രമാണാസും അതുപോലെ മീൻസ് ഓഫ് നോളജ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. മീൻസ് ഓഫ് നോളജിന്റെ 6 മീൻസ് ഓഫ് നോളജിയുടെ ഓരോ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രത്യക്ഷയുടെ ഐറ്റം പല രൂപത്തിലും പല ഐറ്റങ്ങളും വരുന്നുണ്ടല്ലോ. കൈൻഡ്സ് ഓഫ് പ്രത്യക്ഷ, അതുപോലെ അനുമാനയുടെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിൽ നിന്നും ഉപമാനയിൽ നിന്നും അർത്ഥപാത്തിയിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ അനുപലബ്ധി, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഓരോന്നിന്റെയും പ്രത്യക്ഷയുടെയൊക്കെ നമ്മൾ ഒരുപാട് ഐറ്റംസ് പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നതായി നമ്മൾ ഓൾഡ് ക്വസ്റ്റ്യൻ നമ്മൾ അന്ന് നോക്കിയതാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയി നോക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, വ്യാപ്തി. വ്യാപ്തി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചപ്പോഴേക്കും സമയം കഴിഞ്ഞതായിരുന്നല്ലോ. ഓക്കെ, വ്യാപ്തി എന്നാൽ കഴിഞ്ഞ എക്സാമിലും അതിന്റെ മുൻപത്തെ എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന ഒരു ഏരിയയാണ്. ഇറ്റ് ഇംപ്ലൈസ് എ കോറിലേഷൻ ബിറ്റ്വീൻ 2 ഫാക്ട്സ്. അല്ലെ, കോറിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി ഒരു കണക്ഷൻ മതി. കോറിലേഷൻ ആകുമ്പോ പരസ്പര ബന്ധം. ഓക്കെ, ഇതുണ്ടാകും എന്തായാലും അതുണ്ടാകും. അങ്ങനെ ഒരു പരസ്പര ബന്ധം ഉണ്ടാകുമ്പോഴാണ് കോറിലേഷൻ എന്ന് പറയാം. 2 കാര്യത്തിന്റെ ഇടയിൽ ഒരു കോറിലേഷൻ ഉണ്ടാകും. അതിൽ ഒന്നിന്റെ പേര് പേർവാർഡഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മിഡിൽ ടേം ആണ്. മറ്റൊന്ന് പേർവാർഡർ മിഡിൽ ടേമിനാണ് പേർവാർഡഡ് എന്ന് പറയും. പേർവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേർവാർഡ് അർത്ഥം നോക്കിയാൽ നമുക്കത് എന്താണ്? വ്യാപിക്കുക. പേർവാർഡ് മീൻസ് വ്യാപിക്കുക. നിങ്ങൾക്ക് ഏകദേശം സാധ്യതയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. ഇവിടെ തെറ്റിയാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതാണ്. മൈനസ് മാർക്ക് ഒന്നും ഇവിടെ നൽകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ UGC അവിടെ എക്സാം എഴുതുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ മാക്സിമം തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ. എല്ലാം തെറ്റണമെന്നല്ല, തെറ്റിയാൽ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, കറക്റ്റ്. ഒരാള് ആൻസർ ചെയ്തിട്ടുണ്ട്, സ്പ്രെഡ്. ഓക്കെ, വ്യാപിക്കുക അല്ലെ. അപ്പൊ പേർവാർഡർ 2 കാര്യങ്ങൾ വ്യാപ്തിയിൽ നമ്മൾ പഠിക്കണം.
എക്സാമിന് വരാറുണ്ട്. പെർവാർഡർ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചത്. പെർവാർഡർ എന്ന് പറഞ്ഞാൽ പെർവാർഡർ ആയിരിക്കും വ്യാപിപ്പിച്ചിട്ടുണ്ടാകുക. പെർവാർഡർ എന്ന് പറഞ്ഞാൽ ഏതാണോ വ്യാപിച്ച കാര്യം. ഫോർ എക്സാമ്പിൾ അടിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, തീ ഉണ്ടാകുമ്പോൾ പുകയുണ്ടാകും. ഇവിടെ തീയാണ് പെർവാർഡർ. തീയാണല്ലോ പുകയെ ഉണ്ടാക്കുന്നത്, അത് വ്യാപിക്കുന്നത് പുകയുമാണ്. ഓക്കെ, എന്തെങ്കിലും ആംബിഗിറ്റി ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ വ്യാപ്തി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു കോറിലേഷൻ ആണ്. അതിൽ ഒന്ന് പെർവാർഡഡ് ആയിരിക്കും, മറ്റൊന്ന് പെർവാർഡർ ആയിരിക്കും. പെർവാർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫയർ അതായത് മേജർ ടേം. പെർവാർഡഡ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം. വ്യാപ്യ വ്യാപക. ഓക്കെ, ക്ലിയർ? പെർവാർഡറിന് പറയാം വ്യാപ്യ, പെർവാർഡറിന് പറയാം വ്യാപക. ഓക്കെ, ഇവിടെ കഴിഞ്ഞ എക്സാമിനൊക്കെ ഒരുപാട് ചോദിച്ചത് മിഡിൽ ടേം ഏത് തമ്മിലുള്ള ബന്ധമാണ് എന്നാണ് ചോദിച്ചത്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മേജർ വ്യാപ്തി എന്നുള്ളത് ഏത് തമ്മിലുള്ള ബന്ധമാണെന്നാണ് ചോദിച്ചത്. വ്യാപ്തി എന്ന് പറഞ്ഞാൽ മിഡിൽ ടേമും മേജർ ടേമും തമ്മിലുള്ള ബന്ധമാണ് വ്യാപ്തി. ഓക്കെ, ഈ ഒരു നെയിംസ് ഒക്കെ നോക്കി വെക്കണം. മിഡിൽ ടേം, വ്യാപ്തി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആണ്, അല്ല കോറിലേഷൻ ആണ്. ഒന്ന് പെർവാർഡഡ് ആയിരിക്കും. പെർവാർഡഡ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം, പെർവാർഡർ എന്ന് പറഞ്ഞാൽ മേജർ ടേം. ഓക്കെ, ഈ അർത്ഥം നോക്കിയാൽ തന്നെ മനസ്സിലാവും. പെർവാർഡർ ഫയർ, ഈ ഫയർ ആണല്ലോ സ്മോക്കിനെ സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പെർവാർഡർ സ്പ്രെഡ് ചെയ്ത സാധനമാണ് പെർവാർഡർ. ആ സ്പ്രെഡ് ചെയ്യിപ്പിച്ച സാധനം അത് പെർവാർഡർ. ഏതാണോ സ്പ്രെഡ് ആകുന്നത് അതാണ് പെർവാർഡഡ്, മിഡിൽ ടേം. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ, നമ്മൾ മുൻപ് അനുമാനയിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. നമ്മളത് വ്യാപ്തിയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ പറയുന്നു എന്നുള്ളൂ. നമ്മൾ കിച്ചണിൽ എപ്പോഴും സ്മോക്ക് കാണാറുണ്ട്. തീ ഉണ്ടാകുമ്പോഴൊക്കെ സ്മോക്ക് കാണാറുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ എപ്പോഴൊക്കെ കിച്ചണിൽ തീ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ അവിടെ സ്മോക്ക് കാണുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കി എവിടെ തീ ഉണ്ടെങ്കിലും പുകയുണ്ടാകും. അങ്ങനെ നമ്മൾ മലമുകളിൽ പുക കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ തീയും ഉണ്ടാകുമെന്ന്. ഓക്കെ, ഇവിടെ പെർവാർഡർ ഏതാണ്? പെർവാർഡർ അങ്ങനെയൊക്കെ ചോദിക്കും. പെർവാർഡർ ഹില്ലാണോ, ഫയറാണോ, സ്മോക്ക് ആണോ, ഏതാണ്? ഫയർ അല്ലേ? ഓക്കെ, കറക്റ്റ്, ഫയർ ആണ് ഇവിടെ പെർവാർഡർ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് മനസ്സിലായി സ്മോക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെ തീ ഉണ്ടാവണം. തീയുടെ ആബ്സൻസിൽ സ്മോക്ക് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് ഇവിടെ ഫയറിന്റെയും സ്മോക്കിന്റെയും ഇടയിലുള്ള യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ്. ആ ഒരു വാക്ക് ശ്രദ്ധിക്കണേ, യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ്. എക്സാമിന് ചോദിച്ചതാണ്. വ്യാപ്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന്റെ ആൻസർ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നായിരുന്നു ആൻസർ കീ വന്നത്. ഓക്കെ, ഇനി നമുക്ക് വ്യാപ്തിയുടെ മറ്റു ഐറ്റംസിലേക്ക് പോകാം. വ്യാപ്തി രണ്ട് ടൈപ്സ് ഉണ്ട്, സമവ്യാപ്തി ആൻഡ് അസമവ്യാപ്തി. ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകേണ്ട, നിങ്ങൾക്കും ആവശ്യങ്ങൾക്കൊക്കെ ഇടപെടാം. സമവ്യാപ്തി ആൻഡ് അസമവ്യാപ്തി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തായിരിക്കും ഇത് എന്ന് നമുക്ക് നോക്കാം അല്ലേ? പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. സമവ്യാപ്തി എന്ന് പറഞ്ഞാൽ രണ്ട്, നമ്മൾ പറയല്ലോ ഒരു പാലട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണമെന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ഇതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റതും മനസ്സിലാകും. അതിൽപ്പെട്ട ഒരു കാര്യത്തിനെ മനസ്സിലാക്കിയാൽ മറ്റേ കാര്യവും മനസ്സിലാകും. മറ്റേ കാര്യത്തിനെ മനസ്സിലാക്കിയാൽ ഇതും മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ
അതിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ മറ്റേ കാര്യവും ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റേ കാര്യം ഉണ്ടെങ്കിൽ ഇതും ഉണ്ട് എന്ന് ഉറപ്പിക്കാം. ഓക്കെ, അതാണ് സമവ്യാപ്തി. ഉദാഹരണം നെയ്മബിൾ, നോവബിൾ. നെയ്മബിൾ ആണെങ്കിൽ നോവബിൾ ആണ്. അപ്പോ ഒരു കാര്യം നെയ്മബിൾ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് നോബിളുമാണെന്ന് കിട്ടും. നേരെ തിരിച്ചും നോബിൾ ആയ കാര്യങ്ങളൊക്കെ നെയ്മബിളും ആണ്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ കാര്യം മുഴുവൻ രണ്ടാമത്തതുമാണ്, രണ്ടാമത്തെ കാര്യം മുഴുവൻ ഒന്നാമത്തതുമാണെങ്കിൽ അതിനാണ് സമവ്യാപ്തി എന്ന് പറയുക. ഓക്കെ, വാട്ട് എവർ ഈസ് നെയ്മബിൾ ഈസ് നോബിൾ. എവിടെയൊക്കെ ഒരു നെയ്മബിൾ നമുക്ക് കാണാൻ കഴിയുമോ അതൊക്കെ നോബിൾ ആയിരിക്കും. നേരെ തിരിച്ചും എവിടെയൊക്കെ നമ്മൾ നോവബിൾ കാണാൻ കഴിയുമോ അവിടെയൊക്കെ നെയ്മബിളും ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നിനെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അവിടെ ഇതിൽപ്പെട്ട മറ്റേതും ഉണ്ടാകും. അതിനാണ് സമവ്യാപ്തി എന്ന് പറയുക. ഇനി നമുക്ക് അസമവ്യാപ്തി എന്നാൽ എന്താണെന്ന് നോക്കാം. അസമവ്യാപ്തി എന്നാൽ ഇതിൽപ്പെട്ട ഒരു കാര്യമുണ്ടെങ്കിൽ മറ്റേതുണ്ടെന്ന് ഉറപ്പിക്കാം, പക്ഷെ മറ്റൊരു കാര്യമുണ്ടെങ്കിൽ ഈ കാര്യമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, എവിടെയൊക്കെ പുക കാണുന്നുണ്ടോ, സ്മോക്ക് കാണുന്നുണ്ടോ അവിടെയൊക്കെ തീ ഉണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ ഫയർ കാണുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് സ്മോക്ക് കാണാൻ കഴിയുമോ? കഴിയുമോ? ഇപ്പൊ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എല്ലാവരുടെ വീട്ടിലും ഗ്യാസ് ഉണ്ടാവും, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ തീ ഉണ്ടാകുന്ന എല്ലാ സ്ഥലത്തും പുക കാണുന്നില്ല, പക്ഷെ പുകയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ തീ ഉണ്ട് എന്ന്. അതുകൊണ്ട് അസമവ്യാപ്തിയാണ്. ഓക്കെ, നമ്മള് ചില പിന്നെ കണക്ഷൻസ് ഒക്കെ ഓർത്താൽ മതി. സമവ്യാപ്തി എന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാകുമ്പോൾ അത് സമവ്യാപ്തിയാണ്. ഒരു ഭാഗത്തേക്ക് മാത്രം കണക്ഷനാണ്, മറ്റേ ഭാഗത്ത് ഇങ്ങോട്ട് കണക്ഷൻ നിർബന്ധമില്ലെങ്കിൽ അതിന് അസമവ്യാപ്തി എന്ന് പറയും. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഫറൻസ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. എനിക്ക് അറിയുന്നത് ഞാൻ ഇപ്പോൾ പറയും, അറിയാത്തതാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അതൊന്ന് നോക്കിയിട്ട് പറയും. ഓക്കെ, അപ്പോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതി നമ്മൾ എനിക്ക് മാത്രം മനസ്സിലാവാത്തതുകൊണ്ട് മോശമല്ലേ എന്ന ഒരു ചിന്ത നമ്മൾക്ക് ആർക്കും വേണ്ട. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, എനിക്ക് മാത്രം മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, കാരണം മറ്റുള്ളവരും നമ്മളെ കൂടെ എക്സാം എഴുതാൻ ഉണ്ടാവില്ലല്ലോ. നമ്മൾക്ക് എക്സാം എഴുതാൻ നമ്മളുണ്ടാകുക, ഈ ബാക്കിയുള്ള ഗ്രൂപ്പിലെ മെമ്പർമാരൊന്നും അപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇൻഫറൻസിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻഫറൻസിനെ കുറിച്ച് നമ്മൾ ചെറിയ രൂപത്തിൽ മുൻപ് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. 6 പ്രമാണാസ് പറയുമ്പോൾ ചെറിയ രൂപത്തിൽ പറഞ്ഞിരുന്നു. അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് ഇൻഫറൻസ് ആണ്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. അവസാനം ഇൻഫറൻസ് 2 ഐറ്റം ഉണ്ട്. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇറ്റ്സ് 2 kinds. ആദ്യമായിട്ട് 2 വിഭാഗമുണ്ട്. സ്വാർത്ഥ ഇൻഫറൻസ്, പരാർത്ഥ ഇൻഫറൻസ്. ഇത് രണ്ടും എന്താണെന്ന് പറയാൻ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. സ്വാർത്ഥ ഇൻഫറൻസ് ആൻഡ് പരാർത്ഥ ഇൻഫറൻസ്. Do you know these 2 items? Yes. Please, you can say now. പേർപ്പസ് ബേസ് ചെയ്തിട്ടാണ് ഈ 2 അനുമാനം വരുന്നത്. Okay. സ്വാർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽഫിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനാണ്. പരാർത്ഥ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനാണ്. Okay, very good. Okay. അതായത് നമുക്ക് പിന്നെ മറ്റുള്ളവരെ ചിലപ്പോ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോ പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ
നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ട്. വാക്സിന് എടുത്താൽ അതുകൊണ്ട് ഉപകാരമുണ്ടോ ഇല്ലേ? എൻ്റെ സെൽഫിൽ വിശ്വസിക്കാനാണെങ്കിൽ ഞാൻ എന്ത് മതി, എൻ്റെ ഒരു അയൽവാസി വാക്സിൻ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് കോവിഡ് വന്നപ്പോൾ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വാക്സിന് ഉപകാരമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോലെ. അതായത് എനിക്ക് സ്വന്തം വിശ്വസിക്കാനാണെങ്കിൽ എന്ത് മതി, അതിൽ കുറെ സ്റ്റെപ്പുകളൊന്നും വേണ്ട. എൻ്റെ ഒരു അയൽവാസി വാക്സിൻ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് കൊറോണന്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വാക്സിനേഷൻ നല്ലതാണ് എന്നൊരു തീരുമാനത്തിലെത്തിയാൽ മതി. പക്ഷെ ഞാൻ ഈ ഒരു അഭിപ്രായം, വാക്സിനേഷൻ എടുത്താൽ ഉപകാരമുണ്ട് എന്ന്, അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്താൽ അത് കൊറോണയെ പ്രതിരോധിക്കും അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് കുറയ്ക്കും എന്ന് മറ്റൊരാളെ കൺവിൻസ് ചെയ്യിക്കണമെങ്കിൽ ഈ ഒരു ഉദാഹരണം മതിയാകുമോ? എൻ്റെ ഒരു അയൽവാസിക്ക് പിന്നെ വാക്സിൻ എടുത്തു, അദ്ദേഹത്തിന് പ്രോബ്ലം ഇല്ല എന്നൊരു ഉദാഹരണം കൊണ്ട് മാത്രം എനിക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇല്ല ഇല്ല. അതാണ് ഈ ഒരു സ്വാർത്ഥയും പരാർത്ഥയും തമ്മിലുള്ള ഡിഫറൻറ്റ്. സ്വാർത്ഥ എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യൻ, അതൊരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ, അതായത് എനിക്ക് ആ മലയിൽ പുകയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എത്ര മതി, ഞാൻ എൻ്റെ വീട്ടിലെ അടുക്കളയിൽ തീ ഉണ്ടാക്കുമ്പോൾ പുക കാണാറുണ്ട്, ആ മലയിൽ പുക കണ്ടു, അപ്പോൾ അവിടെ തീയുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് മാത്രം മതി എനിക്ക് ഒരു സ്വന്തം മനസ്സിലാക്കാൻ. അതിന് 5 സ്റ്റെപ്പൊന്നും ആവശ്യമില്ല. ഓക്കെ, ഞാനൊരു മലമുകളിൽ ഒരു തീ കാണുന്നു, അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, മലമുകളിൽ ഒരു പുക കാണുന്നു, അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു, പുകയുണ്ടെങ്കിൽ അവിടെ തീ ഉണ്ടാവാറുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു, അപ്പോൾ ആ മലമുകളിൽ തീ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു 3 സ്റ്റെപ്പ് മാത്രം മതി. എന്നാൽ പരാർത്ഥ അനുമാനം എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, നമുക്ക് ഉള്ളിലുള്ള ഒരു കാര്യം മറ്റൊരു ആളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളൊക്കെ അനുസരിച്ച് ഉള്ള ഒരു അനുമാനയാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു എല്ലാ സ്റ്റെപ്പുകളും അടങ്ങിയ ഒരു അനുമാനമാണ് പരാർത്ഥ അനുമാനം. ഓക്കെ, അതിന് ആണ് നമ്മൾ പറഞ്ഞത് പ്രതിജ്ഞ, ഹേതു, എക്സാമ്പിൾ, ഉപനയന, അതുപോലെ നിഗമന. ഇത്രയും കാര്യങ്ങൾ വേണ്ടത് പരാർത്ഥ അനുമാനക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെയൊക്കെ ഈ പ്രതിജ്ഞന്റെയും ഹേതിന്റെയും എക്സാമ്പിളിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാവരും ഓർമ്മിക്കുന്നു എന്ന് കരുതുന്നു. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രിപ്പോസിഷൻ, ആദ്യം വേണ്ടത് ഈ ഒരു മലമുകളിൽ തീ ഉണ്ട് എന്നൊരു പ്രിപ്പോസിഷൻ ആണ് പ്രതിജ്ഞ. പിന്നെ ഹേതു നമ്മൾ വേണം. ഹേതു എന്ന് പറഞ്ഞാൽ റീസൺ അല്ലേ, ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്, ഈ മലമുകളിൽ തീയുണ്ട്, പുകയുണ്ട്, പുകയുള്ളത് കൊണ്ട് ഫയർ ഉണ്ട്, അതാണ് ഹേതു. പിന്നെ ഉദാഹരണം നമ്മൾ പറഞ്ഞു, വാട്ട് എവർ ഹാസ് സ്മോക്ക് ഹാസ് ഫയർ, എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെ ഫയർ ഉണ്ടാകും. ഓക്കെ, ഈ ഉദാഹരണക്ക് പിന്നെ എക്സാമ്പിൾ എന്ന് തന്നെ പറയാം. ദൃഷ്ടാന്ത എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. ഈ ഉദാഹരണക്ക് ദൃഷ്ടാന്ത എന്നും പേരുണ്ട്. പിന്നെ 4th മെമ്പറാണ് ഉപനയ. ഉപനയക്ക് അപ്ലിക്കേഷൻ, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, നമുക്ക് അവസാനം നോക്കാം. ഉപനയ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ. ദിസ് ഹിൽ ഈസ് ഫയറി, ഈ ഹില്ല് ഫയറിയാണ്. കാരണം എന്താ, ദിസ് ഹിൽ ഹാസ് സ്മോക്ക് വിച്ച് ഈസ് ഇൻവാലിബിൾ അസോസിയേറ്റഡ് വിത്ത് ഫയർ. ഓക്കെ, ഈ ഒരു മലയിൽ പുകയുണ്ട്. എങ്ങനത്തെ പുകയാണ് അത്? ഫയറിനോട് ഇൻവാലിബിളി അസോസിയേറ്റഡ് ആണ്. അങ്ങനത്തെ ഒരു സ്മോക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ഹില്ല് ഫയറിയാണ്. ഓക്കെ, അവസാനം നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തും, ഡിഡക്ഷനിലേക്ക് എത്തും. Therefore, this hill has fire. ഓക്കെ, ഈ ഒരു 5 സ്റ്റെപ്പ് ഒക്കെ വേണ്ടത് പരാർത്ഥക്കാണ് അല്ലെ. നമ്മൾ സ്വാർത്ഥക്ക് നമുക്ക് എന്ത് മതി? ആകെ അവിടെ പുക കണ്ടു, പുകയുള്ളിടത്ത് തീ ഉണ്ടാവാറുണ്ട്, അപ്പോൾ അവിടെ പുകയുണ്ട്, ആ ഒരു കാര്യങ്ങൾ മാത്രം മതി. ഇതിന് നമുക്ക് വേണമെങ്കിൽ
പിന്നെ പരാർത്ഥയുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് പരാർത്ഥയാകുമ്പോഴാണ് 5 സ്റ്റെപ്പ് വേണ്ടത്. ഇതാണ് സ്വാർത്ഥയും പരാർത്ഥയും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. യു ക്യാൻ ആൻസർ നൗ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് എല്ലാവരും തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കഴിഞ്ഞ എക്സാമിനും അതിന്റെ മുൻപത്തതിനും ഒക്കെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ മഴക്കാലാകുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ, പെട്ടെന്ന് മനസ്സിലാവില്ലേ ഉദാഹരണം അല്ലെ? ടു ഇൻഫർ റെയിൻ ഇൻ ദ പാസ്റ്റ്, മുൻപ് മഴ പെയ്തിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ബൈ പെർസീവിങ് മഡ്ഡി വാറ്റർ ഇൻ ദ പോണ്ട്, അല്ലെ? കുളത്തില് ചളിയുള്ള വെള്ളം നമ്മൾ കണ്ടു. നമ്മൾ രാവിലെ എണീറ്റ് ഒരു കുളത്തിന്റെ അടുത്തേക്ക് പോയി, അല്ലെങ്കിൽ ഡാറിടാത്ത റോഡിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ അവിടെ ഇങ്ങനെ ചളിവെള്ളമുണ്ട് റോഡ് സൈഡിലോ അല്ലെങ്കിൽ കുളത്തിലോ ഒക്കെ. അങ്ങനെ ചളിവെള്ളം നമ്മൾ ശേഷം കണ്ട കാരണത്താൽ മുൻപ് മഴ പെയ്തിരുന്നു എന്ന് മനസ്സിലാക്കി. ഓക്കെ, അതിനാണ് നമ്മൾ സേസാവത് അനുമാൻ എന്ന് പറയുക. ഓക്കെ, മുൻപ് ആ സംഭവം കഴിഞ്ഞു, അതിന്റെ കാരണം നമ്മൾ ശേഷമാണ്, നമുക്ക് മനസ്സിലായ കാരണം ശേഷമാണ് കണ്ടത്. അതിനാണ് സേസാവത് അനുമാൻ എന്ന് പറയാം. ശേഷമുള്ള കാര്യം കണ്ടിട്ട് നമ്മൾ മുൻപത്തെ കാര്യം നമ്മൾ അനുമാനിച്ചതാണ്. ഓക്കെ, എനി ഡൗട്ട്? ഇത് രണ്ടും തിരിഞ്ഞു പോകും, പൂർവാവതും ശേഷാവതും സാർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് രണ്ടും തിരിഞ്ഞു പോകും. പൂർവാവതിന്റെയും ശേഷാവതിന്റെ, ഈ പൂർവാവതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇത് രണ്ടും കൂടെ എപ്പോഴും തിരിഞ്ഞു പോകും, പൂർവാവതും ശേഷാവതും. ഓക്കെ, അത് മറ്റേ എക്സാമ്പിൾ പറയും. ഇനി നമ്മൾ അതിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ മനസ്സിലാവും. ഇത് മുന്നേ നടന്നു അല്ലെ, മുമ്പ് സംഭവിച്ചു കഴിഞ്ഞതാണെങ്കിൽ ശേഷാവത് അല്ലെ? യെസ് യെസ്, മുമ്പ് സംഭവിച്ചു. പിന്നെ ശേഷമുള്ള എന്തെങ്കിലും ഒരു അടയാളം കാരണത്താലാണ് നമ്മൾ മുൻപുള്ളത് മനസ്സിലാകുന്നത്. ശേഷം നമ്മൾ ഒരു അടയാളം കാണുന്നു, അപ്പോൾ മുൻപ് എന്തോ ഒന്ന് നടന്നു നമുക്ക് മനസ്സിലായി. ശേഷമാണല്ലോ മനസ്സിലായത്, അതുകൊണ്ട് ശേഷാവത്. നമ്മൾ അതിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്ക് പിന്നെ സംശയം ഉണ്ടെങ്കിൽ തീർക്കാം. നമ്മൾ മറ്റൊരു ഇൻഫറൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംശയം എന്തുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കട്ടോ. ഓക്കെ, ഇൻഫറൻസ് 3 കൈൻസ് ആയി തിരിയുന്നുണ്ട്. പൂർവാവത്, സേസാവത്, സമന്യദോത. ഗൗതമയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യമായി പറഞ്ഞത്. പൂർവാവത്, സേസാവത്, സമന്യദോത. ഓക്കെ, ഇങ്ങനെ 3 ഐറ്റം വരുന്നുണ്ട്. കഴിഞ്ഞ എക്സാമിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. പൂർവാവത് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ when we infer an unperceived effect from a perceived cause. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു കോസിൽ നിന്നും നമ്മൾ കാണാത്ത ഒരു എഫക്റ്റിനെ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിന്റെ ഒരു കോസ് കണ്ടു, ഒരു ചളിവെള്ളം കണ്ടു. ഈ ചളിവെള്ളം കണ്ടപ്പോൾ നമുക്ക് ഒന്നും കൂടി പിന്നെ പൂർവാവത് ശ്രദ്ധിക്കണം. പൂർവാവത് എന്ന് പറഞ്ഞാൽ when we infer, നമ്മൾ മനസ്സിലാക്കുക an unperceived effect, നമ്മൾ കാണാത്ത ഒരു എഫക്റ്റിന്, അതായത് ശേഷം ഉണ്ടാകുന്ന ഒരു എഫക്റ്റിനെ മനസ്സിലാക്കുക ഫ്രം എ പെർസീവ്ഡ് കോസ്. ഇപ്പൊ നമ്മൾ കണ്ട കോസിൽ നിന്നും, കണ്ട ഒരു കാരണത്തിൽ നിന്നും നമ്മൾ ശേഷമുള്ള ഇതുവരെ കാണാത്ത, ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ഇഫക്റ്റിനെ മനസ്സിലാക്കുക. ഓക്കെ, ഉദാഹരണം നോക്കാം. നമുക്ക് നല്ല ഡാർക്ക് ക്ലൗഡ് ആകാശത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് പകലാണ്. നല്ല ഡാർക്ക് ക്ലൗഡ് പകലിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫ്യൂച്ചറിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു റെയിൻ വരാൻ സാധ്യതയുണ്ടെന്ന്. ഓക്കെ, അപ്പോ ശേഷം
മഴ പെയ്യുമെന്ന് മുൻപുള്ള ഒരു കോസിൽ നിന്നും, നമ്മൾ കണ്ട ഒരു കോസിൽ നിന്നും മനസ്സിലാക്കിയാൽ അത് പൂർവാപദ ഇൻഫറൻസ് ആണ്. അതിന്റെ കാരണം നമ്മൾ ആദ്യം കാണുന്നു, ശേഷം ഒരു സംഭവം വരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, ആ കാണാത്ത ഒരു കാര്യം വരുമെന്ന് കണ്ട ഒരു കാര്യത്തിൽ നിന്നും മനസ്സിലാക്കിയാൽ അതിന് പൂർവാപദ ഇൻഫറൻസ് എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെ പറയണേ. മറ്റേ രണ്ടും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി തീർക്കാം. ഇപ്പോൾ പൂർവാപദ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോസ് കാണുന്നു, ആ കോസ് കണ്ട കോസിൽ നിന്നും, അതായത് നമ്മൾ ഡാർക്ക് ക്ലൗഡ് കാണുന്നു, അതിൽ നിന്നും നമുക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ പൂർവാപദ ഇൻഫറൻസ് എന്ന് പറയാം. ശേഷാവധ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ when we infer an unperceived cause from a perceived effect we have ശേഷാവധ ഇൻഫറൻസ്. ശേഷാവധ ഇവിടെ ഒരു എസ് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വി ഇൻഫർ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ സങ്കല്പിക്കുന്നു an unperceived cause, നമ്മൾ കാണാത്ത ഒരു കോസിന് ഫ്രം എ പെർസീവ്ഡ് ഇഫക്റ്റ്, ഒരു കണ്ട ഇഫക്റ്റിൽ നിന്നും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ചളിവെള്ളം കുളത്തിൽ കണ്ടു, ആ ചളിവെള്ളം കുളത്തിൽ കണ്ടത് മഴ കാരണത്താലാണ്, മഴയുടെ ഇഫക്റ്റ് ആണ് നമ്മൾ ചളിവെള്ളം കുളത്തിൽ കണ്ടത്. അപ്പോൾ ആ ഇഫക്റ്റിനെ കണ്ടിട്ട് ഇതിന്റെ ഒരു കോസ് മുമ്പിലുണ്ട്, അത് നമ്മൾ കണ്ടിട്ടില്ല, അത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, can you do you understand? Yes, sir. ഓക്കെ, അപ്പോൾ സമന്വയതോത എന്തായിരിക്കും? സമന്വയതോത എന്തായിരിക്കും? ഒന്ന് മറ്റൊന്നിന്റെ കോസ് ഒന്നും ആവൂല, എന്നാലും അതുണ്ടെങ്കിലൊക്കെ ഇതുണ്ടാവും, അതേ സമയത്ത് ഉണ്ടാകും. ഈ അതിൽപ്പെട്ട ഒന്നിനെ കണ്ടാൽ അതേ സമയത്ത് മറ്റതുണ്ടാവും, മറ്റൊരു കാര്യത്തിനെ കണ്ടാൽ അതേ സമയത്ത് ഈ ഒരു കാര്യവും ഉണ്ടാകും എന്ന് മനസ്സിലാക്കലാണ് സമന്വയതോത. ഓക്കെ, ഒരു ഇൻഫറൻസ് ഒരു കോസ് ബേസ്ഡ് അല്ല, പക്ഷേ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും, യൂണിഫോമിറ്റി ഓഫ് കോ എക്സിസ്റ്റൻസ് അല്ലെ, അതുണ്ടാകുമ്പോ അതിൽപ്പെട്ട ഒന്നുണ്ടാകുമ്പോൾ മറ്റതും എന്തായാലും ഉണ്ടാകും, മറ്റതുണ്ടാകുമ്പോൾ ഇതും ഉണ്ടാകും. അതിനാണ് സമന്വയതോത എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജനൽ തുറന്നു നോക്കുമ്പോൾ ഒരു കൊമ്പ് കാണുന്നത്, ഒരു മൃഗത്തിന്റെ കൊമ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. ആ കൊമ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ മൃഗത്തിന്റെ കാലും എവിടെ ഉണ്ടാകും, അവിടെ ഉണ്ടാവും ഉറപ്പല്ലേ, കാരണം കൊമ്പുള്ള മൃഗമാകുമ്പോ കാലും അതിനോട് കൂടെ ഉണ്ടാവും ഉറപ്പല്ലേ. ഓക്കെ, അങ്ങനെ ഒന്ന് കാണുമ്പോ അതിനോട് കൂടെ തന്നെ മറ്റതും ഉണ്ടാകും, അല്ലെങ്കിൽ കാല് കാണുമ്പോൾ കൊമ്പ് എന്തായാലും ഉണ്ടാകും, കൊമ്പ് കാണുമ്പോൾ കാലും എന്തായാലും ഉണ്ടാകും. അങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ അതിനോട് കൂടെ തന്നെ മറ്റതും ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് സമന്വയതോത ഇൻഫറൻസ് എന്ന് പറയാം. ഈ മൂന്നെണ്ണത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ നൗ? ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ച് നമ്മൾ അടുത്ത കാര്യം പറയാം. കഴിഞ്ഞ എക്സാമില് 2-3 പേപ്പറിൽ വന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. തൊട്ട മുൻപത്തെ എക്സാമിൽ 2019 നമ്മൾ ഈ പുതിയ സിലബസ് വന്നത്. ആ സിലബസ് 2019 വന്ന സമയത്ത് ഇങ്ങനെ ഡീപ്പായിട്ടൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ 2019 ഡിസംബറിലും അതുപോലെ 2020 നടന്ന എക്സാം ഒക്കെ കുറച്ച് ഡീപ്പായിട്ട് തന്നെ ചോദിക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, കഴിഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഒരു 3 ക്വസ്റ്റ്യൻ എങ്ങാനും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യു ക്യാൻ ആൻസർ നൗ.
ഓക്കെ, കുറച്ച് ആൻസറുകളാണ് വന്നത്. വളരെ കുറച്ച് ആൻസർ ആണ്. എ ആണ് എല്ലാവരും ആൻസർ കൊടുത്തത്. ഓക്കെ, കറക്റ്റ് ആണ്. കേവല അന്വയായി. എന്താണ് കേവല അന്വയായി? നമുക്ക് നോക്കാം അല്ലേ. മറ്റൊരു ഇൻഫറൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇൻഫറൻസിന് 3ആയി തിരിക്കുന്നുണ്ട്. കേവല അന്വയായി, കേവല വ്യതിരേഖി, അന്വയ വ്യതിരേഖി. കേവല അന്വയായി, കേവല വ്യതിരേഖി, അന്വയ വ്യതിരേഖി. ഒക്കെ 3 പേര് ഒന്ന് ഓർത്ത് വെക്കാം. നമ്മളിത് പേര് കേൾക്കും പോലെ കടിച്ചാൽ പൊട്ടാത്ത സാധനമൊന്നും അല്ലട്ടത്. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. നമ്മളിങ്ങനെ ചിലരൊക്കെ കേവല അന്വയായി, എന്താ പുതിയ പുതിയ പേരാണല്ലോ, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ കഴിയോ, ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ നെറ്റ് കിട്ടും എന്നൊക്കെ കരുതും. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒറ്റ പ്രാവശ്യം കേട്ടാൽ തന്നെ മതിയാകും, അത്ര മതിയാകും. അത്രയും സിമ്പിൾ കാര്യങ്ങളാണ്. മറ്റു നമ്മളെ ടോപ്പിക്കിലൊക്കെ വരുന്ന കാര്യങ്ങളെക്കാൾ, അല്ലെങ്കിൽ മറ്റ് ചില ഏരിയകളിലൊക്കെ വരുന്നതിനേക്കാൾ വളരെ സിമ്പിൾ ആണ് ഈ ടേംസുകളൊക്കെ. 3 പേരുകൾ നല്ലപോലെ ഒന്ന് ഓർത്ത് വെക്കാം. കേവല അന്വയായി, കേവല വ്യതിരേഖി, അന്വയ വ്യതിരേഖി. എന്തായിരിക്കും ഇത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് എല്ലാം പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ കേവല അന്വയി, ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ കേവല വ്യതിരേഖി, പോസിറ്റീവ് നെഗറ്റീവ് കൂടെ മിക്സഡ് ആണെങ്കിൽ അന്വയ വ്യതിരേഖി. നമുക്ക് പിന്നെ ബേസിക്കായി മനസ്സിലാക്കാൻ നമുക്ക് അത്ര മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ സെന്റൻസിൽ, അതായത് നമ്മൾക്ക് ഒരു ഇൻഫറൻസ് വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സില്ലോജിസം ആവണമെങ്കിൽ ആദ്യം ഒരു സെന്റൻസ് വരണം, പിന്നെ രണ്ടാമത് സെന്റൻസ് വരണം, അതിൽ നിന്നൊരു കൺക്ലൂഷൻ വരണമല്ലോ. ഇതില് ആദ്യത്തെ സെന്റൻസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. ആദ്യത്തെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ഒരു കാര്യം ഉണ്ടെങ്കിൽ മറ്റൊരു കാര്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സൂര്യൻ ഉദിച്ചാൽ പകലുണ്ടാകും. അപ്പോൾ സൂര്യൻ ഉദിച്ചാലാണ് പകലുണ്ടാവുക. അപ്പോൾ ഒരു കാര്യം ഉണ്ടാകുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റൊരു കാര്യം ഉണ്ടാകുന്നത്. അതിന് കേവല അന്വയായി എന്ന് പറയും. ഓക്കെ, ഒരു കാര്യം ഉണ്ടായാൽ മറ്റൊരു കാര്യം ഉണ്ടാകും എന്ന് പറയുന്നതിന് കേവല അന്വയായി. ഇനി ഒരു കാര്യം ഉണ്ടാവാത്തപ്പോഴാണ് മറ്റേ കാര്യം ഉണ്ടാകാൻ നമ്മൾ പറയുന്നത്. അതായത് സൂര്യൻ ഇല്ലെങ്കിൽ രാത്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ സൂര്യൻ ഇല്ലാത്ത സമയത്താണ് രാത്രി ഉണ്ടാകുക. നമ്മള് പിന്നെ സണ്ണില്ലെങ്കിൽ രാത്രി ഉണ്ടാകും. അപ്പൊ ഒരു കാര്യം ഇല്ലെങ്കിൽ മറ്റൊരു കാര്യം ഉണ്ടാകും എന്നൊരു ഈ നെഗറ്റീവാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പകല് സൂര്യൻ ഇല്ലെങ്കിൽ പകൽ ഉണ്ടാവുകയില്ല എന്നൊരു നെഗറ്റീവ് ആണെങ്കിൽ കേവല വ്യതിരേഖി എന്ന് പറയും. നമ്മൾ രണ്ടും സെന്റൻസിൽ പറയുന്നുണ്ട്. സൂര്യൻ ഉണ്ടായാൽ പകൽ ഉണ്ടാകും, സൂര്യൻ ഉണ്ടായിട്ടില്ലെങ്കിൽ പകൽ ഉണ്ടാവില്ല എന്ന നെഗറ്റീവും അതിൽ വരുന്നുണ്ട്, പോസിറ്റീവും വരുന്നുണ്ട്. എങ്കിൽ അന്വയ വ്യതിരേഖി. ഓക്കെ, രണ്ടും കൂടി വന്നതാണ്. അന്വയ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, വ്യതിരേഖി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പൊ ഇതിൽ രണ്ടും കൂടി ഉണ്ട്. അപ്പൊ അന്വയ വ്യതിരേഖി എന്ന് പറയണം. ഓക്കെ, അന്വയ വ്യതിരേഖിന്റെ എക്സാമ്പിൾ ഒന്ന് പറയാം സാറേ. അന്വയ വ്യതിരേഖിന്റെ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഉദാഹരണം പറഞ്ഞുതരാം. സൂര്യൻ ഉദിക്കുമ്പോഴെല്ലാം പകലുണ്ടാകും. ഇനി നമ്മൾ വേറെ ഉദാഹരണം പറയുന്നുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോഴെല്ലാം പകലുണ്ടാവും. അത് കേവല അന്വയായാണ്. അതല്ലേ നിങ്ങൾ ചോദിച്ചത്? ഓക്കെ, നമ്മൾ മറ്റു ഉദാഹരണവും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കേവല അന്വയായി എന്ന് പറഞ്ഞാൽ വ്യാപ്തി, മിഡിൽ ടേമിന്റെയും മേജർ ടേമിന്റെയും ഇടയിലാണുള്ള വ്യാപ്തി ഉണ്ടാകും. നമ്മൾ പറഞ്ഞു, അതും ശ്രദ്ധിക്കണം. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാൽ വ്യാപ്തി ഏതിന്റെ ഇടയിലാണ് ഉണ്ടാവുക എന്നുള്ളത്. മിഡിൽ ടേം ആൻഡ് മേജർ ടേം, ഇതിന്റെ ഇടയിലാണ് വ്യാപ്തി ഉണ്ടാവുക. ഓക്കെ, ഇതിന്റെ ഇടയിലാണ് ഈ ഒരു റിലേഷൻ വരേണ്ടത്. ഓക്കെ, അപ്പൊ ഈ പിന്നെ മിഡിൽ ടേമിന്റെയും മേജർ ടേമിന്റെയും ഇടയിലുള്ള വ്യാപ്തി പ്രസൻസിൽ മാത്രമാണെങ്കിൽ, പ്രസൻസിൽ മാത്രം മീൻസ്
സൂര്യൻ ഉദിക്കുമ്പോഴെല്ലാം പകലുണ്ടാകും എന്ന് മാത്രമാണ് നമ്മൾ സെന്റൻസിൽ പറഞ്ഞതെങ്കിൽ അതിനാണ് കേവല അന്വയായി ഇൻഫറൻസ് എന്ന് പറയാം. ഓക്കെ, ഹേതു അഫർമേറ്റീവ് ആയിരിക്കും. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെ. സാധ്യമായിട്ട് ഇവിടെ പിന്നെ ഹേതു പോസിറ്റീവ് കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ നോക്കാം. ഓൾ നോവബിൾ ഒബ്ജക്ട്സ് ആർ നെയ്മബിൾ. ഓക്കെ, നമ്മൾ ഈ ഒന്നാമത്തെ സെന്റൻസ് ആണ് നോക്കേണ്ടത്. എല്ലാ നെയ്മബിളും അല്ലെങ്കിൽ എല്ലാ നോവബിളും നെയ്മബിൾ ആണ്. ഒരു പോസിറ്റീവ് മാത്രമാണല്ലോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ അതിന്റെ ബാക്കി പോട്ട് എന്നുള്ളത് നെയ്മബിൾ ആണ്, അതുകൊണ്ട് പോട്ട് നോവബിൾ ആണ്, അല്ലെങ്കിൽ പോട്ട് എന്നുള്ളത് നോവബിൾ ആണ്, അതുകൊണ്ട് പോട്ട് നെയ്മബിൾ ആണ്. അപ്പൊ എല്ലാ നോവബിളും നെയ്മബിൾ ആണ് എന്ന് മാത്രം ഒരു പോസിറ്റീവ് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞത്. ഇതിന്റെ നമ്മൾ നെഗറ്റീവും പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകും. അത് കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, കേവല വ്യതിരേകി ഇൻഫറൻസ് ആണ് നമ്മളിപ്പോ പറയുന്നത്. വ്യാപ്തി, മിഡിൽ ടേമിന്റെയും മേജർ ടേമിന്റെയും ഇടയിലുള്ള വ്യാപ്തി ആബ്സൻസിൽ മാത്രമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ കേവല വ്യതിരേകി ഇൻഫറൻസ് എന്നാണ് പറയുക. ഇവിടെ ഹേതു സാധ്യമായിട്ടുള്ള കണക്ഷൻ നെഗറ്റീവ്ലി മാത്രമായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം. നോൺ സോൾ സബ്സ്റ്റൻസ് അല്ലെ, നോൺ സോൾ ആയ കാര്യങ്ങളൊന്നും അല്ല ഹാസ് ലൈഫ് ഇല്ല. ഓക്കെ, അപ്പൊ നോൺ സോളിനൊന്നും ലൈഫ് ഇല്ല എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടി കൂടുമ്പോൾ പോസിറ്റീവ് ആകുമല്ലോ എന്നൊരു സംശയം ചിലർക്കുണ്ടാകും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നോൺ സോൾ എന്നാൽ നമ്മളൊരു നിർജീവമായ വസ്തു എന്ന് നമ്മൾ പറയാണ്ടല്ലോ, അങ്ങനെ ഒരു വാക്കായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ നോൺ സോൾ, നിർജീവമായ ഒന്നും ഹാസ് ലൈഫ്, അതിന് ലൈഫ് ഇല്ല. ഒന്നാമത്തെ സെന്റൻസ് ഇവിടെ നെഗറ്റീവ് ആണല്ലോ കൊടുത്തത്. ഓക്കെ, അതിന്റെ ബാക്കി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓൾ ബീയിങ് പൊസസിങ് അനിമൽ ഫങ്ഷൻസ് ഹാവ് ലൈഫ് അല്ലെ, ജീവികൾക്കൊക്കെ ലൈഫ് ഉണ്ട്, അതുകൊണ്ട് മനസ്സിലായി ജീവികൾ അവർക്കൊക്കെ സോൾ ഉണ്ട് എന്ന് മനസ്സിലായി. നമ്മൾ ഒന്നാമത്തേതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഏത് കൈൻഡ് ഓഫ് ഇൻഫറൻസ് ആണെന്ന് മനസ്സിലാക്കാൻ ഒന്നാമത്തെ സെന്റൻസിലേക്കാണ് നോക്കേണ്ടത്. ഒന്നാമത്തെ സെന്റൻസ് അവിടെ നെഗറ്റീവ് ആണ്. അപ്പോ നെഗറ്റീവ്ലി റിലേഷൻ ആണുള്ളത്, അതുകൊണ്ട് നമ്മൾ കേവല വ്യതിരേകി എന്ന് പറയും. ഓക്കെ, പിന്നെ അതിന്റെ ഒരു ഉദാഹരണം നോക്കാം. നോട്ട് മൈ സ്റ്റുഡൻസ് ആർ നോയ്സി. എന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരൊന്നും നോയ്സി ആയിരിക്കില്ല. രാജു നോയ്സിയാണ്, അപ്പൊ രാജു എന്തല്ല, എന്റെ സ്റ്റുഡൻസ് അല്ല. അപ്പോ ഇവിടെ കണ്ടില്ല, നെഗറ്റീവ് റിലേഷൻ ആണ്. എന്റെ സ്റ്റുഡൻസ് നോയ്സും തമ്മിലുള്ള റിലേഷൻ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി അവസാനത്തത് അന്വയ വ്യതിരേകി ഇൻഫറൻസ്. മിഡിൽ ടേം ഒരു ഇൻഫറൻസിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മേജർ ടേമുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അവിടെയാണ് നമ്മൾ അന്വയ വ്യതിരേകി. അന്വയ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് എന്നാണ് അർത്ഥം, വ്യതിരേകി എന്ന് പറഞ്ഞ നെഗറ്റീവ് എന്നാണ് അർത്ഥം. അന്വയ വ്യതിരേകി, അപ്പൊ അവിടെ നമ്മൾ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇൻഫറൻസ് എന്നാണ് പറയാ. ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം പഠിച്ചാൽ മതി അല്ലേ. നമ്മൾ ഫസ്റ്റ് കേട്ടപ്പോ എന്തോ ആണെന്ന് കരുതി, പക്ഷെ ഇതിന്റെ ഒരു വേർഡ് മീനിങ് മാത്രം പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ലഭിക്കും. ഓക്കെ, ഇതില് വ്യാപ്തി, അതിനൊരു യൂണിവേഴ്സൽ റിലേഷൻ ഉണ്ടാവും ബിറ്റ്വീൻ ദ ഹേതു ആൻഡ് ദ സദ്യ ഇൻ റെസ്പെക്ട് ഓഫ് ബോത്ത് ദ പ്രസൻസ് ആൻഡ് ആബ്സൻസ്. ശ്രദ്ധിക്കണേ, പ്രസൻസിലും ആബ്സൻസിലും രണ്ടിലും ഈ ഒരു മിഡിൽ ടൈമിന് മേജർ ടൈമുമായിട്ട് കണക്ഷൻ ഉണ്ടാകും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയ രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഓൾ സ്മോക്കി ഒബ്ജക്ട്സ് ആർ ഫയറി. നമ്മൾ ഇവിടെ ഈ ഒരു ഉദാഹരണത്തിൽ ആദ്യ സെന്റൻസ് പോസിറ്റീവ് ആണല്ലോ.
ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. നോൺ ഫയറി ഒബ്ജക്ട്സ് ഈസ് സ്മോക്കി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ആദ്യ സെന്റൻസ് നെഗറ്റീവില് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഉദാഹരണത്തിൽ ഒന്നാമത്തതില് പോസിറ്റീവില് റിലേറ്റഡ് ആയി, രണ്ടാമത്തെ ഉദാഹരണത്തിൽ അതേ പിന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ ഉള്ള ടോപ്പിക്കാണ്. അതിൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ നെഗറ്റീവില് റിലേറ്റഡ് ആയി. ഓക്കെ, അങ്ങനെ നെഗറ്റീവിലും പോസിറ്റീവിലും റിലേറ്റഡ് ആയി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് അന്വയ വ്യതിരേകി, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിലേറ്റഡ് എന്ന് പറയുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഈ ഒരു അവസാന കുറച്ച് വർഷങ്ങളിൽ 2015 മുതലോ എങ്ങാനും അല്ലെങ്കിൽ 2018 മുതൽ വന്ന ഈ ഒരു ഏരിയയിൽ ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഉള്ളത് ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കടന്നു പോകാം. ക്വസ്റ്റ്യൻസ് 2019, 20, 18 എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇതുവരെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ എന്താ സാധ്യയും ഹേതുവും പക്ഷേയും കൂടുതൽ ഒരു സെന്റൻസ് നമുക്ക് ആദ്യമേ കാണുമ്പോഴേ അതിന്റെ മേജർ ടേമും മിഡിൽ ടേമും മൈനർ ടേമും പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ആദ്യം നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ചർച്ച ചെയ്യുന്നതാണ്. ആദ്യം പിന്നെ നമ്മള് നിങ്ങളെ ഉദ്ദേശം ഇതിന്റെ കണക്ഷൻ മനസ്സിലാക്കലാണോ അല്ലെങ്കിൽ അത് പിന്നെ മേജർ ടേം ആ എക്സാമ്പിൾ ഹില്ലി സ്മോക്കി ആ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതില് ഈ എക്സാമ്പിളില് രണ്ടിലും വന്നതാണ് മിഡിൽ ടേം ഉണ്ടാകുക. രണ്ടിലും വന്നതിനാണ് മിഡിൽ ടേം എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഇതിന്റെ കൺക്ലൂഷനിൽ വന്ന സബ്ജക്റ്റിനാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയാം. ക്ലിയർ? കൺക്ലൂഷനിൽ വന്ന പിന്നെ പ്രെഡിക്കേറ്റിനാണ് നമ്മൾ ഫയറി എന്ന് പറയാം. മേജർ ടേം എന്ന് പറയാം. എവിടെ ഉണ്ടെങ്കിലും നമ്മൾ രണ്ടിലും ആവർത്തിച്ചു വന്ന വാക്കിനാണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. ഇന്ത്യയിലേക്ക് വരേണ്ട ആവശ്യമില്ല, അതിന് മുൻപ് തന്നെ ലോജിക്കൽ റീസണിങ്ങിൽ ചർച്ച ചെയ്തതാണ്. രണ്ടിലും, അതായത് 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. അതിൽ 2 സ്റ്റേറ്റ്മെന്റിലും ആവർത്തിച്ച് വന്നത് ഒരിക്കലും കൺക്ലൂഷനിൽ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത്. 2 സ്റ്റേറ്റ്മെന്റിലും വന്നതിനാണ് നമ്മൾ പിന്നെ മിഡിൽ ടേം എന്ന് പറയാം. അതിനാണ് ഹേതു എന്ന് പറയാം. ഓക്കെ, ഇനി കൺക്ലൂഷന്റെ സബ്ജക്റ്റിനാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയാം. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനാണ് നമ്മൾ മേജർ ടേം എന്ന് പറയാം. അത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി പിന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അത് ഇന്ത്യൻ ലോജിക്കലെ ടേംസുമായിട്ട് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ അതായത് മേജർ ടേമിന് നമ്മൾ സാധ്യ എന്ന് പറയും, മൈനർ ടേമിന് പാക്ഷ എന്ന് പറയും, അതുപോലെ മിഡിൽ ടേമിന് ഹേതു എന്ന് പറയും. ഇത് കൺഫ്യൂഷൻ ആകുമ്പോൾ ഞാനന്ന് പിന്നെ ഇങ്ങനെ ഓർത്ത് വെച്ച ഒരു ചെറിയ ടിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോ സാധ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സദ്യയൊക്കെ ആകുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. ഒരു സദ്യയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് മേജറായി. കുറെ ആളുണ്ടാകുമ്പോൾ അത് മേജറായി. പക്ഷ നോക്കി, പക്ഷപാതിത്വം കാണിക്കുന്നവര് വലിയൊരു ചെറിയല്ലോ മൈനർ ആയിക്കൂലേ? അപ്പൊ അതുകൊണ്ട് പക്ഷക്ക് എന്ത് വന്നു? മൈനർ എന്ന് പേര് വന്നു. പിന്നെ മിഡിൽ ടേം ആണല്ലോ. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഉള്ളതാണ്. അത് ആ മിഡിൽ ടേം ഉണ്ടായ കാരണത്താലാണ് ഒരു കൺക്ലൂഷൻ കിട്ടുക. മിഡിൽ ടേം ഇല്ലെങ്കിൽ കൺക്ലൂഷൻ കിട്ടൂല. 2 ആവർത്തിച്ച് വരുന്ന ഒരു വേർഡ് ഉണ്ടെങ്കിലേ കൺക്ലൂഷൻ കിട്ടുള്ളൂ. അപ്പൊ കൺക്ലൂഷൻ കിട്ടാൻ തന്നെ കാരണക്കാരൻ മിഡിൽ ടേം ആണ്. അതുകൊണ്ട് അതിന് ഹേതു എന്ന് പറഞ്ഞു.
ഹേതു എന്ന് പറഞ്ഞ കാരണം എന്നുള്ള അർത്ഥം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് പിന്നെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പഠിച്ചു തന്നുള്ളൂ കേട്ടോ. ഇത് ഒറിജിനൽ ആ പേര് വരാൻ കാരണം അതൊന്നുമല്ല. സാധ്യക്ക് മേജർ ടൈം എന്ന് വരാൻ കാരണം സദ്യക്ക് ഒരാളുള്ളത് കൊണ്ടൊന്നും അല്ല. ഞാൻ പഠിക്കാൻ വേണ്ടി ഒന്ന് അങ്ങനെ മനസ്സിലാക്കി എന്തെങ്കിലും ഒരു കണക്റ്റഡ് ആക്കി വെച്ചാൽ നമുക്ക് എക്സാമിന് ഓർമ്മ വരുമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു കുറെ എക്സാം നമ്മളിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ക്വസ്റ്റ്യൻ ഒക്കെ വന്നത്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, കുറച്ച് വേഗം പോകും. 4 മണിയാണ് നമ്മുടെ സമയം ശരിക്കും ഉണ്ടാവാറില്ല. അപ്പൊ 4 മണി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ മറ്റൊരു രൂപത്തിൽ നേരത്തെ കണ്ടിരുന്നു. ഇതും 2020 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയുടെ ഒക്കെ പ്രാധാന്യം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണേ. ഓപ്ഷൻ ഡി ആണ് അല്ലേ? പ്രതിജ്ഞയാണ് ആദ്യം, പിന്നെ ഹേതു, പിന്നെ ഉദാഹരണ, ഉപനയ, നിഗമന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതെല്ലാം ഇനി വരുന്നത് മുഴുവനും ഓൾഡ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രത്യേകിച്ച് അവസാന വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഓൾ തിങ്സ് വിച്ച് ഹാവ് സ്മോക്ക് ഹാവ് ഫയർ. ദിസ് ഹിൽ ഹാസ് സ്മോക്ക്, therefore the hill has smoke എന്ന് ഒരു കൺക്ലൂഷനും 2 സ്റ്റേറ്റ്മെന്റും പറഞ്ഞു. അതോടുകൂടെ മറ്റൊരു 2 സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷനും പറയുന്നു. ഇത് പൂർവാവതാണോ അല്ലെങ്കിൽ അന്വയ വ്യതിരേകിയാണോ, കേവല വ്യതിരേകിയാണോ, കേവല അന്വയാണോ? ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ഇടപെടാനും പറയാനും ശ്രമിക്കുക. ഇപ്പം തെറ്റിയെന്ന് കരുതി യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, എല്ലാവരുടെ ആൻസറും ശരിയാണ്. അന്വയ വ്യതിരേകിലെ ഇതിൽ നമ്മൾ കണ്ടില്ലേ, തുടക്കത്തില് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഓൾ തിങ്സ് വിച്ച് ഹാവ് സ്മോക്ക് ഹാവ് ഫയർ. സ്മോക്ക് ഉള്ളതൊക്കെ ഫയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ ഉദിക്കുമ്പോഴൊക്കെ പകലുണ്ടാകും എന്ന് പറയും പോലെ ഒരു സെന്റൻസ് ആണ്, പോസിറ്റീവ് സെന്റൻസ് ആണ്. അതോടുകൂടെ അടുത്ത ഗ്രൂപ്പിന്റെ ആദ്യത്തെ സെന്റൻസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് അന്വയവും വ്യതിരേകിയും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ഓൾഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, യു ക്യാൻ ആൻസർ നൗ. ചിന്തിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. ചിന്തിക്കാൻ സമയം ഉണ്ടാവും. നിങ്ങൾക്ക് 1 മിനിറ്റ് സമയമൊക്കെ എക്സാമിന് കിട്ടും. ഇപ്പൊ നിങ്ങൾ 1 മിനിറ്റ് ഒന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ പറയാൻ ശ്രമിക്കുക. ഓക്കെ, യു ക്യാൻ ആൻസർ നൗ. ഓക്കെ, ആൻസർ ഏതാണ്? സി. ഓക്കെ, വെരി ഗുഡ്. സി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആ 5 ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഉദാഹരണം ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. പ്രതിജ്ഞ, അതിന്റെ ഉദാഹരണമാണ് ദിസ് ഹിൽ ഹാസ് ഫയർ. ആ 5 കാര്യവും അങ്ങോട്ട് എടുത്തിട്ട് ചോദിച്ചാണ് ഇതില് ഉപനയ ഏതാണെന്ന്. ഞാൻ നേരത്തെ ഇന്നെ ക്ലാസ്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ഇന്ന് ക്ലാസ് പറഞ്ഞിരുന്നു. പ്രതിജ്ഞയാണ് ഒന്നാമത്തെ, ദിൽ ഹിസ് ഹാസ് ഫയർ. അപ്പൊ രണ്ടാമത്തെ ഏതായിരിക്കും ഇതില്? ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക് ഏതായിരിക്കും? ഹേതു അല്ലെ? വാട്ട് എവർ ഹാസ് സ്മോക്ക് ഹാസ് ഫയർ എന്നുള്ളത് ഏതായിരിക്കും? ഉദാഹരണ. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞു ദിസ് ഹിൽ ഹാസ് സ്മോക്ക് വിച്ച് ഈസ് ഇൻവാരിയബിളി അസോസിയേറ്റഡ് വിത്ത് ഫയർ. അത് ഏതിനാ ഉദാഹരണം? ഇനി അഞ്ചാമത്തെ therefore this hill has fire. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ ഏരിയയിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടോ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ യു ക്യാൻ ആൻസർ നൗ. ഇത് നമ്മൾ ഡയറക്റ്റ് ചർച്ച ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ആൻസർ നൗ. നമുക്കിപ്പോ അതിന്റെ ഒരു ബേസിക് നോക്കാം. എ ആണെന്ന് ഒരാൾ പറയുന്നു. മറ്റേതെങ്കിലും ആൻസറുകൾ ഉണ്ടോ? സി ആണെന്ന് പറയുന്നു. ഇനി ഏതെങ്കിലും ആൻസറുകൾ നിങ്ങൾക്ക് പറയാനുണ്ടോ?
എയും സിയും മാത്രമാണോ? വേറെ എന്തെങ്കിലും ആൻസറുകൾ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ആ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എനിക്ക് വിട്ടു തന്നതാണോ? കിസ് മാസ്റ്റർക്ക് ഒരു മാർക്കെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് വിട്ടാണോ? ഓക്കെ, ഒരാള് ബി പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഇസ് ബി. നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ഡയറക്റ്റ് അത് പറഞ്ഞിട്ടില്ല, നമുക്കൊന്ന് അത് നോക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മിഡിൽ ആൻഡ് മേജർ, അതാണ് വ്യാപ്തി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓർമ്മല്ലേ? മിഡിലും മേജറും തമ്മിലുള്ള റിലേഷൻ ആണ് വ്യാപ്തി. മിഡിൽ ടേമും മൈനർ ടേമും തമ്മിലുള്ള കണക്ഷൻ ആണ് അല്ലെ റിലേഷൻ ആണ് പക്ഷധർമ്മത. ഓക്കെ, മൈനറും മേജറും തമ്മിലുള്ള റിലേഷൻ ആണ് പ്രാംസ എന്ന് പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ കാണിക്കാം. മിഡിൽ ടേം ഇൻ ദ മൈനർ ടേം അല്ലെ, മിഡിൽ ടേം മൈനർ ടേമിലുള്ള പ്രസൻസിന്, അതായത് മിഡിൽ ടേമും മൈനർ ടേമും തമ്മിലുള്ള കണക്ഷൻ റിലേഷൻ ആണ് പക്ഷധർമ്മിത എന്ന് പറയുക. ഓക്കെ, അപ്പം പിന്നെ മിഡിൽ ടേമും മേജർ ടേമും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമ്മൾ പറയാം? വ്യാപ്തി. ഓക്കെ, ഇനി പ്രാംസ എന്ന് പറഞ്ഞാല് മൈനർ ടേമും മേജർ ടേമും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. ഓക്കെ, അതിന് അതേ തന്നെ അതിന് മറ്റു പേരും കൂടി കൊടുത്തതാണ്. ഹേതു സാധ്യം തമ്മിലുള്ള കണക്ഷൻ റിലേഷൻ ആണ് വ്യാപ്തി. ഞാൻ ആ പേര് സംസ്കൃത പേരും കൂടി ഒന്ന് കൊടുത്തതാണ്. മിഡിൽ ടേമിന് നമ്മൾ ഹേതു എന്ന് പറഞ്ഞല്ലോ, പിന്നെ മേജർ ടേമിന് സാധ്യ എന്ന് പറഞ്ഞു. ഹേതുവും സാധ്യയും തമ്മിലുള്ള റിലേഷൻ ആണ് വ്യാപ്തി. ഹേതുവും പക്ഷയും തമ്മിലുള്ള റിലേഷൻ ആണ് പക്ഷധർമ്മത. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും. ഇനി പക്ഷയും സാധ്യയും, പക്ഷ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? പക്ഷ മൈനർ ടേം. സാധ്യ എന്ന് പറഞ്ഞാല് മേജർ ടേം. റിലേഷൻ ആണ് പ്രാംസ. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, യു ക്യാൻ ആൻസർ നൗ. വെരി സിമ്പിൾ, നമ്മൾ ഇപ്പം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, ബോത്ത് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി അല്ലേ? അപ്പോ അൻവ്യ വ്യതിരേകി. ഓക്കെ, വെരി ഗുഡ്. സിയും ഡിയും ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ഡി ആണ് ആൻസർ, കറക്റ്റ് ആൻസർ. നിങ്ങളിപ്പോ ചർച്ച ചെയ്തിട്ടുള്ള അവസാനം ചർച്ച ചെയ്ത അതാണ്. ഇതും ലാസ്റ്റ് എക്സാമിന് വന്ന 2020 എക്സാമിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബേസിക് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മളോടൊന്നും ഇത് ചോദിക്കാൻ പറ്റൂല. ഇനി എന്തായിരുന്നു ആൻസർ? ഓക്കെ, ചില ആള് ഓക്കെ, ഓപ്ഷൻ സി ഹേതു. ഓക്കെ, വെരി ഗുഡ്. വി ക്യാൻ ഗോ ടു നെക്സ്റ്റ്. ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ തന്നെ വേറൊരു പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൽ തിരിച്ച് ചോദിച്ചു എന്നുള്ളൂ. ഓക്കെ, യു ക്യാൻ ആൻസർ നോ. ഓപ്ഷൻ എ ആണ്. വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് അല്ലേ? ഇത് ശേഷാവധി അനുമാനം മാത്രമാണല്ലോ. നമ്മൾ കണ്ടത് ഇത് ഈ ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ 2 നമ്മൾ കണ്ടു. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണേ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ക്ലാരിഫിക്കേഷൻ വേണ്ടവർ നമുക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ആൻസർ നൗ. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്. ശരിയാണ്. ശേഷാവധി പൂർവാവധി എന്നൊക്കെയുള്ള ഐറ്റംസ് അത് ഒരു പിന്നെ കൈൻഡ്സ് ഓഫ് ഇൻഫറൻസിൽ പെട്ടതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ. ഇതുപോലെ തന്നെ പ്രത്യക്ഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടോ? ചിലതൊക്കെ പ്രത്യക്ഷന്റെ ലൗകിക അലൗകിക എന്നീ കൈൻഡ് ഓഫ്
ദീസ് കൈൻഡ് ഓഫ് ടു ഐറ്റംസ് ഏതിലാണ്, ഏതിന്റെ ഐറ്റംസ് ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ കണ്ടതാണ്. ഓക്കെ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ശേഷാവധി പൂർവാവധി എന്നുള്ളത്. ഇത് ഇൻഫറൻസിന്റെ ഐറ്റംസിൽ പെട്ടതാണ്. ഒരു 5 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ബാക്കിയുള്ളത്, പെട്ടെന്ന് പോകാം. ഓക്കെ, which of the following pramanas is used by classical Indian school of logic to prove the existence of God? D. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇൻഫറൻസ് ആദ്യം ഒരു 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതിലൊരു കൺക്ലൂഷൻ ഉണ്ടാവും. ആ ഒരു രൂപത്തിലാണ് നമ്മൾ പിന്നെ ഗോഡ് എക്സിസ്റ്റൻസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് പിന്നെ ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തുന്ന ഒരാൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അത് അങ്ങനത്തെ ഒരാൾ ഉണ്ടാവും, ഒരു ദൈവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് 2 സ്റ്റേറ്റ്മെന്റും അതിന്റെ കൺക്ലൂഷൻ ഒക്കെ എടുത്തിട്ട് പറയുന്നത് ഇൻഫറൻസിലാണ്. ആ ഇൻഫറൻസ് കൊണ്ടാണ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷ Minor. മൈനർ ടേം 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മൈനർ ടേം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യാപ്തിയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ആൻസർ? ഓക്കെ, ആളുകളോടല്ലേ, എല്ലാരും ഉറങ്ങിയോ? സി ചിലർ പറയുന്നുണ്ട്, നമ്മൾ ഓപ്ഷൻ സിക്ക് കൊടുക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൻസർ ഉണ്ടോ? C. ഓക്കെ ഓക്കെ, സി. ഇവിടെ പിന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ തന്നെ എടുത്താണ്. ഇവിടെ പെർസീവർ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് ഫയർ ആൻഡ് സ്മോക്ക് അല്ലെ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇൻവാലിബിൾ കൺകമിറ്റൻസ്. കൺകമിറ്റൻസ് എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധം, തീരെ ഒഴിഞ്ഞു പോവാത്ത ബന്ധം. ഫയറും സ്മോക്കും. ഫയർ എന്ന് പറഞ്ഞാല് ഇവിടെ എന്താണ് മേജർ, സ്മോക്ക് എന്ന് പറഞ്ഞാല് ഇവിടെ എന്താണ് വരുന്ന ഉദാഹരണത്തില് സ്മോക്ക്. ഫയറ് മേജർ ടേം ആണ്, സ്മോക്കോ മിഡിൽ ടേം. അപ്പൊ നമ്മൾ പറഞ്ഞു മിഡിൽ ടേമും മേജർ ടേമും തമ്മിലുള്ള ഇൻവാരിയബിൾ കൺകമിറ്റൻസ് ആണ് ഒരു വ്യാപ്തി. ആ വ്യാപ്തിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ അവസാനത്തിൽ 2 ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. You can answer now. Inference in Indian logic is rooted in. Same question അല്ലേ? ഓൾഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അവസാന എക്സാമിന് ചോദിച്ചതാണ്, വ്യാപ്തിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കഴിഞ്ഞ തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചു എന്നുള്ളൂ. ഏതായിരിക്കും ആൻസർ? ഹലോ, ഡി ആണോ? ഓപ്ഷൻ ഡി ആണെന്ന് പറഞ്ഞ് ഡി. ഡി. 2 ആൻസറുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻവാരിയബിൾ എന്ന് അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ചിലരൊക്കെ എ കൊടുത്തിട്ടുണ്ട്. വാരിയബിൾ അല്ലല്ലോ, ഇൻവാരിയബിൾ ആണ്. പരസ്പരം ഒഴിഞ്ഞു പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇൻവാരിയബിൾ കൺകമിറ്റൻസ്. നമ്മൾ തൊട്ട് മുൻപത്തെ ഇത് കഴിഞ്ഞ് കണ്ടില്ലേ, അവിടെ വാരിയബിൾ എന്നാണുള്ളത്. അവിടെ പിന്നെ ശ്രദ്ധിക്കണം, തൊട്ട് മുൻപത്തെ
അവിടെയും ഇൻവാരിയബിൾ എന്നാണ് ആൻസർ കേട്ടോ. ഇവിടെ ഇൻ വിട്ടുപോയതാണ്. ഓക്കെ, ഇൻവാരിയബിൾ കൺകമിറ്റൻസ് ആണ്. തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യനിലും ഒരു ഇൻ എന്നുള്ളത് ഉണ്ട്. ഇൻവാരിയബിൾ ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, വാരിയബിൾ അല്ല കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇൻവേരിയബിൾ വേരിയബിൾ വ്യത്യാസം എന്താണ്? ഇൻവാരിയബിൾ ആകുമ്പോൾ അത് വിട്ടുപോകാൻ പറ്റൂല. ഓക്കെ 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 ഓക്കെ, ഇൻവാരിയബിൾ ആണ് കറക്റ്റ് ആൻസർ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. Which of the following is not correct with reference to Anumana according to classical Indian school of logic? Option A. D. Any other answer? D. ഓക്കെ, ഈ ക്വസ്റ്റ്യനില് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? വിച്ച് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ്. ഇതിൽ കറക്റ്റ് ഉള്ളത്, കറക്റ്റ് അല്ലാത്തത് പിന്നെ ഒന്നാമത്തത് ശരിയാണ്. കാരണം ലിംഗ എന്നും മിഡിൽ ടൈമിന് പേരുണ്ട്. ഓക്കെ, സാധ്യ എന്ന് മേജർ ടൈം ആണ്. ഏതു എന്നുള്ളത് മേജർ ടൈം അല്ലല്ലോ, മിഡിൽ ടേം ആണ്. അപ്പൊ മൈനർ ടേം ആണെന്നല്ലേ? നമ്മൾ പക്ഷ മൈനർ പക്ഷ മൈനർ ഞാൻ ആൻസർ കീ കൊടുത്തിട്ട് മാറിയതാണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു ഫോർ ലിസണിങ്. ഞാൻ ആൻസർ കീ കൊടുത്തതൊന്ന് മാറിയതാണ്. ഓക്കെ, ആൻസർ കീ കൊടുത്തപ്പോ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ അല്ലെ? പ്രശ്നമല്ലല്ലോ? ക്ലിയർ ആയി. Okay, sir. വെരി ഗുഡ്. ഓക്കെ, ഈ ഇതില് ക്വസ്റ്റ്യൻ ഇതാണ്. ലിംഗ എന്നും മിഡിൽ ടൈമിന് പേരുണ്ട്. ശ്രദ്ധിക്കണം, ലിംഗ എന്നും മിഡിൽ ടൈമിന് പേരുണ്ട്. പക്ഷ എന്നാൽ മൈനർ ടൈം ആണ്. സാധ്യ എന്നാൽ മേജർ ടൈം ആണ്. സാധന എന്നും പേരുണ്ടോ? സാധന എന്നും പേരുണ്ട്. സാധന, ലിംഗ രണ്ടുപേരും മിഡിൽ ടൈമിലുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ തെറ്റുള്ളത് കണ്ടാൽ പിന്നെ നമുക്ക് മറ്റൊരു ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതു എന്നുള്ളത് അത് മൈനർ ടൈം എന്നല്ല പറയുക എന്ന് നമുക്കറിയാം. പിന്നെ ബാക്കിയുള്ളത് എന്തായാലും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ പറയാനുള്ളത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ. സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം. ഐ ആം ഓൾസോ സ്റ്റുഡന്റ്. ഞാനും ഈ ഒരു ഏരിയകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ വളരെ ഇൻട്രസ്റ്റഡ് ആയ ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. അതുകൊണ്ട് ഞാൻ കുറച്ച് വർഷങ്ങളായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഇൻട്രസ്റ്റഡ് ആയപ്പോൾ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ഈ ഒരു ടോപ്പിക്ക്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ കഴിയൂലല്ലോ. ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ട് എല്ലാവരും വളരെ ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് ഒരു കാര്യം ടഫ് ആയതുകൊണ്ട് ഇപ്പോൾ അത് JRF ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നെറ്റിന് ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഏരിയ ടഫ് ആയതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റാത്ത ഒരു പിന്നെ ടൈമാണല്ലോ. കാരണം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗമായ ഹെത്തുവാഭാസ ചർച്ച ചെയ്യാം. നെക്സ്റ്റ് സാറ്റർഡേ 3 മണിക്ക് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. Okay, sir. Thank you all. Thank you, sir. If you have any doubt, please you can ask. Thank you, sir. Thank you, sir. Thank you, sir. Okay, thank you.